لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فعن عبادة بن الصامت رضي الله عنه أن رسول الله صلى الله عليه وسلم قال: ما على الأرض مسلم يدعو الله تعالى بدعوة إلا آتاه الله إياها أو صرف عنه من السوء مثلها ما لم يدع بإثم أو قطيعة رحم. فقال رجل من القوم: إذن نكثر؟ قال: الله أكثر. رواه الترمذي وقال حديث حسن صحيح. ورواه الحاكم من رواية أبي سعيد وزاد فيه أو يدخر له من الأجر مثلها. പ്രിയ സഹോദരീ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ദുആവുമായി ബന്ധപ്പെട്ട മസ്അലകൾ പറയുന്ന അധ്യായത്തിലൂടെയാണ് റിയാദുസ് സാലിഹീനിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മഹാനായ ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു എന്ന സഹാബി പറയുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: മാ അലൽ അർളി, ഭൂമുഖത്തില്ല മുസ്ലിമുൻ, ഒരു മുസ്ലിമും, ഭൂമുഖത്ത് ഒരു മുസ്ലിമുമില്ല. എപ്രകാരമല്ലാതെ യദുഉല്ലാഹ തആല, അവൻ അല്ലാഹുവിനോട് ബിദഅവത്തിൻ, ഏതെങ്കിലും ഒരു ദുആ ചെയ്യുന്നുവെങ്കിൽ, മുസ്ലിമായ ഏതൊരു വ്യക്തി ഭൂമുഖത്തുണ്ടോ അവൻ ഏതെങ്കിലും ഒരു പ്രാർത്ഥന മുഖേന അല്ലാഹുവോട് ദുആ ചെയ്യുമ്പോൾ, ഇല്ലാ ആതഹുല്ലാഹു ഇയ്യാഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലാ ആതഹുല്ലാഹു, അല്ലാഹു അദ്ദേഹത്തിന് കൊടുത്തിട്ടല്ലാതെ, ഇയ്യാഹ, ആ ചോദിക്കുന്ന കാര്യം അല്ലാഹു കൊടുക്കാതെ ഇരിക്കൂല. ഔ അല്ലെങ്കിൽ, സ്വറഫ അൻഹു, അവനിൽ നിന്ന് നീക്കം ചെയ്യാതിരിക്കുകയില്ല. മിനസ്സൂഇ, തിന്മയിൽ നിന്ന്, മിസ്ലഹ, അതുപോലത്തെ ഒന്ന്, അല്ലാഹു അവനിൽ നിന്ന് തിരിച്ചുവിടുകയും നീക്കം ചെയ്യാതിരിക്കുകയും ചെയ്യുകയില്ല. പക്ഷേ രണ്ട് കണ്ടീഷനുണ്ട്. മാലം യദുഉ, അവൻ പ്രാർത്ഥിക്കാത്തിടത്തോളം കാലം, ബിഇസ്മിൻ, പാപകരമായ ഒരു കാര്യത്തിനു വേണ്ടി, ഔ ഖതീഅതി റഹിമിൻ, കുടുംബബന്ധത്തെ വിച്ഛേദിക്കുന്ന കാര്യത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കാതിരിക്കുന്നിടത്തോളം കാലം ഈ രണ്ടിൽ ഒരു നിലക്കവന് ഉത്തരം കിട്ടും. ഫഖാല റജുലുൻ മിനൽ ഖൗമി, അപ്പോൾ സഹാബിമാരിൽ നിന്ന് ഒരാൾ പറഞ്ഞു നബി തങ്ങളോട്: ഇദൻ, അന്നേരം നുക്സിറു, ഞങ്ങൾ പ്രാർത്ഥന അധികരിപ്പിക്കും. നുക്സിറു, ഞങ്ങൾ അത് അധികരിപ്പിക്കും എന്ന് വിളിച്ചു പറഞ്ഞു ആവേശപൂർവം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് തിരിച്ചു മറുപടി പറഞ്ഞു: അല്ലാഹു അക്സർ, അല്ലാഹുവും അധികരിപ്പിക്കും, അല്ലാഹുവും ധാരാളമായി നൽകും എന്ന്. ഇത് ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. ഇതിൽ രണ്ട് രൂപത്തിലാണ് ദുആയുടെ ഉത്തരത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത്. എന്നാൽ വറവാഹുൽ ഹാക്കിമു, ഹാക്കിം ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് മിൻ റിവായത്തി അബീ സഈദിൻ, അബൂ സഈദിൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ട് അനുസരിച്ച്, വസാദ ഫീഹി, അതിൽ ഇത്ര കൂടി അധികം വന്നിട്ടുണ്ട്. പ്രവാചകൻ അതിൽ മൂന്നാമതൊരു കാര്യം കൂടി പറഞ്ഞു. രണ്ടെണ്ണല്ലേ ആദ്യം പറഞ്ഞത്, ഇവിടെ ഇത്ര കൂടി ചേർത്ത് പറഞ്ഞു. ഔ അല്ലെങ്കിൽ, യദ്ദഖിറ ലഹു, അവന് സൂക്ഷിപ്പ് സ്വത്താക്കി വെക്കാതിരിക്കുകയില്ല. ഇദ്ദഖറ, സൂക്ഷിപ്പ് സ്വത്താക്കി വെച്ചു. ഔ യദ്ദഖിറ ലഹു, അല്ലെങ്കിൽ അവൻ ഒരു നിക്ഷേപമാക്കി സൂക്ഷിപ്പ് സ്വത്താക്കി വെക്കാതിരിക്കില്ല. മിനൽ അജിരി, പ്രതിഫലത്തിൽ നിന്ന്, മിസ്ലിഹ,
തത്തുല്യമായത്. എന്താണ് ആ പറഞ്ഞത്? നമുക്ക് വിശദീകരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ധാരാളം ഹദീസുകളിലൂടെ നമ്മൾ പഠിച്ചൊരു കാര്യമാണിത്. ദുആയുടെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും പിശുക്ക് കാണിക്കരുത്, നിരാശയുണ്ടാവരുത്, അതിൽ കമ്മി വരുത്തരുത്. നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കണം എന്നുള്ളതാണ് ദുആയുടെ അദബ് തന്നെ. എത്ര അള്ളാഹുവിനോട് ചോദിച്ചാലും റബ്ബിനത് മടുപ്പല്ല. നമുക്ക് മടുക്കരുത് എന്ന് മാത്രം. നമ്മളൊരിക്കലും മടുത്ത് പ്രാർത്ഥനയിൽ നിന്ന് പിൻവാങ്ങരുത്. പലപ്പോഴും നമ്മൾ പ്രാർത്ഥനയിൽ നിന്ന് മടുത്ത് പിൻവാങ്ങുന്നത് എപ്പോഴായിരിക്കും? ചോദിച്ച കാര്യം കിട്ടിയില്ല എന്ന് വരുമ്പോഴായിരിക്കും. അതിനുള്ളൊരു പരിഹാരമാണ് ഈ ഹദീസ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? ഏതൊരു മുസ്ലിമായ വ്യക്തി അള്ളാഹുവിനോട് ഏതൊരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാലും അള്ളാഹു ആ ചോദിച്ച കാര്യം അവന് കൊടുക്കാതിരിക്കൂല എന്നാണ്. അപ്പോൾ ഒന്നുകിൽ ചോദിച്ച കാര്യം അള്ളാഹ് അങ്ങോട്ട് തരും, അത് അള്ളാഹ് തന്നിരിക്കും. അതല്ലെങ്കിൽ അങ്ങനെ തന്നെ കിട്ടിക്കൊള്ളുന്നില്ല. ഔ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയണത് അള്ളാഹുവിൻ്റെ റസൂൽ, ഔ അല്ലെങ്കിൽ സ്വറഫൻഹു, അവനിൽ നിന്ന് തിരിച്ചു വിടാതിരിക്കില്ല, മിനസ്സു, ഈ തിന്മയിൽ നിന്ന് മിസ്ലഹാ, അതിന് തുല്യമായത്. ഇവൻ അള്ളാഹുവിനോട് ഈ വ്യക്തി ചോദിച്ച ചോദ്യം കിട്ടിയില്ലെങ്കിലും ആ ചോദിച്ച ചോദ്യത്തിന് എന്തിനാണോ അവൻ തേടിയത് അതേപോലെയുള്ള ഏതെങ്കിലും ഒരു തിന്മ അതേ അവൻ്റെ ജീവിതത്തിൽ ഭാവിയിൽ വരാനിരിക്കുന്നുണ്ടാകും. ഏതെങ്കിലും ഒരു ശർറ് അവൻ്റെ ഭാവിയിൽ വരാനിരിക്കുന്നുണ്ടാകും. അത് മരിക്കുന്നതിൻ്റെ മുമ്പേ അവൻ്റെ ജീവിതത്തിൽ വരാതെ റബ്ബ് അതിനെ അങ്ങ്, ആ ശർറിനെ, ആ ആപത്തിനെ, ആ തിന്മയെ അങ്ങ് അവൻ വഴിതിരിച്ചു വിടും. ഏത് കാരണത്താൽ? ഈ ദുആ കാരണത്താൽ. അപ്പോഴും ദുആക്കുത്തരമായി. എന്നിട്ട് പറഞ്ഞു, രണ്ട് കണ്ടീഷൻ പറഞ്ഞു. പക്ഷെ ഇങ്ങനെയൊക്കെ ഉത്തരം കിട്ടണമെങ്കിൽ എന്ത് വേണം? മാലം യദുഉ ബി ഇസ്മിൻ, കുറ്റകരമായ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാത്തിടത്തോളം. അത് നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. തെറ്റായ കാര്യം, ഒരു പാപം ചെയ്യാനുള്ള സഹായം എനിക്ക് തരണേ അല്ലാഹ് എന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല. ഒരു കുറ്റം, ഏതൊക്കെ കുറ്റങ്ങളുണ്ട് എന്ന് ഞാൻ എണ്ണേണ്ടതില്ല. ഏതൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടോ അത് ഏതെങ്കിലും ഒന്ന് എനിക്ക് ചെയ്യാൻ മോഹം വരെയാണ്, ആഗ്രഹം വരെയാണ്. അപ്പം ഞാൻ അതെനിക്ക് എളുപ്പാക്കി തരണേ എന്ന് അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. അത് പാടില്ലാത്തതാണ്. അതേപോലെ തന്നെ ഖത്തിയത്തെ റഹിമിൻ, അതും കുറ്റം തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഗൗരവം പ്രത്യേകം മനസ്സിലാക്കാനാണ് അത് ശേഷം എടുത്തു പറയുന്നത്. കുടുംബ ബന്ധത്തെ വിച്ഛേദിച്ച് കളയാൻ വേണ്ടി ദുആ ചെയ്യുക. അങ്ങനെയുണ്ട് കുറേ ആളുകൾ. അത് പല ആളുകളും ഉണ്ടാവും അങ്ങനെ. കുടുംബ ബന്ധങ്ങൾ തമ്മിൽ പിണക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇയാളും മറ്റേ ആളും തമ്മിൽ പിണങ്ങണേ, വാപ്പിയും മക്കളും തമ്മിൽ തെറ്റണേ, ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റിക്കണേ അല്ലാഹ്, അവർ തമ്മിൽ അങ്ങനെ സുഖിച്ച് കഴിഞ്ഞുകൂടണ്ട, അവർക്കിടയിൽ ഭിന്നതയുണ്ടാക്കണേ, ഒരു തല്ലി അടിച്ച് പിരിയണേ തുടങ്ങിയൊക്കെ എത്ര ആളുകൾ രോഷവും ദേഷ്യമൊക്കെ ഉള്ള സമയത്ത്, അസൂയാലുക്കളാകുന്ന കാലത്ത്, സന്ദർഭത്തിലൊക്കെ മറ്റുള്ളവർക്കെതിരെ പ്രാർത്ഥിക്കുന്നുണ്ട്. അതൊന്നും പ്രാർത്ഥിക്കാൻ പാടില്ല. അതിനൊന്നും അള്ളാഹ് ഉത്തരം ചെയ്യൂല. അത് മൂന്നൊരു നിരക്കും ഉത്തരം കിട്ടൂല. മറിച്ച് അതിന് ശിക്ഷയാണ് കിട്ടുക. പാടില്ലാത്ത കാര്യമാണ്. അപ്പം ഇങ്ങനെ ഈ കണ്ടീഷനോട് കൂടിയാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഈ ഹദീസിൽ പറഞ്ഞപ്പോഴേക്ക് തന്നെ സഹാബത്ത് പറഞ്ഞു, എന്ത് ഇതന്നൊക്കെ സിറെങ്കിൽ ഞങ്ങൾ ഇനി അധികരിപ്പിക്കും പ്രാർത്ഥന. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, എന്ത് എങ്കിൽ അള്ളാഹു അക്സർ, അള്ളാഹ് അധികം തരും, അധികം തരും, അധികം തരും. മറ്റൊരു റിപ്പോർട്ടിൽ പറഞ്ഞതെന്താണ്? ഇനിയിപ്പോൾ ഈ രണ്ടെണ്ണത്തിന് പുറമേ ദുന്യാവിൽ വെച്ചീന് കിട്ടിയില്ല. ഒന്നുകിൽ ചോദിച്ചത് കിട്ടി, അതും കിട്ടിയില്ല. അല്ലെങ്കിൽ മരണത്തിന് മുമ്പ് തനിക്ക് വരാനിരിക്കുന്ന ഏതെങ്കിലും ആപത്തുകളെ അള്ളാഹു വഴിതിരിച്ചു വിട്ടു, അതും നടന്നില്ലെങ്കിലോ പരലോകത്തേക്ക് നമ്മുടെ ആ പ്രാർത്ഥന കാരണത്താൽ ഒരു സ്പെഷ്യൽ അജ്ർ അവിടെ അങ്ങനെ ഒരു സൂക്ഷിപ്പ് നിധിയായിട്ട് നമുക്ക് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാകും എന്നാണ്. അപ്പം ദുആ കൊണ്ട് ഒരിക്കലും ഒരു പരാജയമോ ഒരാൾക്കും ഉണ്ടാവില്ല. ചില റിപ്പോർട്ടുകളിൽ നമുക്ക് ഇത്ര കൂടി കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞില്ലേ, ആഖിറത്തിലേക്ക് അവനൊരു സൂക്ഷിപ്പ് സ്വത്താക്കി വെക്കും. അങ്ങനെ അല്ലാഹു തആല അവന് പരലോകത്തേക്ക് പ്രത്യേകം ഒരു പ്രതിഫലം അവിടെ അവന് പിന്തിച്ച് വെക്കുകയാണ്. ഇമ്മാ ബി ഉലൂവിൻ ഫി ദറജാതി, ദറജകൾ അവന് ഉയർത്തിക്കൊടുക്കലാവാം, സ്വർഗത്തിൽ ഉന്നത പദവി കൊടുക്കലാകാം. ഏത് കാരണത്താൽ? ഈ ദുആ കൊണ്ട്. അവന് ദുന്യാവിൽ വെച്ച് ഉത്തരം കിട്ടിയിട്ടില്ലാത്ത ദുആ ഉണ്ടല്ലോ, ആ ദുആ കാരണം അവന് സ്വർഗത്തിൽ അല്ലാഹു സ്പെഷ്യൽ ദറജ ഉയർത്തിക്കൊടുക്കാം. ഔ മഗ്ഫിറത്തിൻ, അല്ലെങ്കിൽ പ്രത്യേകം പാപമോചനം നൽകാം. വറഹ്മത്തിൻ മിൻ ഇഖാബിൻ, ശിക്ഷയിൽ നിന്നുള്ള ഒരു കാരുണ്യവും ഇളവുമൊക്കെ നൽകാം. തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, വഇമ്മാൻ യുകഫിറ അൻഹു മിൻ ദുനൂബിഹി,
അവൻ്റെ പാപങ്ങളിൽ നിന്ന് റബ്ബ് മറച്ചു വെച്ചേക്കാം, മായ്ച്ചു കളഞ്ഞേക്കാം. ബിഖദ്രി മാ ദഅ, അവൻ പ്രാർത്ഥിച്ചതിൻ്റെ അളവനുസരിച്ച്. എത്ര പ്രാർത്ഥിച്ചോ അത്രയും അവൻ്റെ പാപങ്ങൾ പൊറുക്കും, പദവി ഉയരും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കാം. ഈ മൂന്നും കൂടെ ഒരൊറ്റ ഹദീസിൽ വന്നതും നമുക്ക് കാണാൻ സാധിക്കും. അത് ഇമാം ബുഖാരി അവിടുത്തെ അദബുൽ മുഫ്രദ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതായി കാണാം. അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, മാമിൻ മുസ്ലിമിൻ, ഏതെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യൻ യദ്ഉ ബിദഅവത്തിൻ, അവനൊരു ദുആ ചെയ്യുകയാണ്, ലൈസ ഫീഹാ ഇസ്മുൻ, അതിൽ കുറ്റത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയില്ല, വലാ ഖതിയത്തു റഹിമിൻ, കുടുംബബന്ധം മുറിക്കാനുള്ള പ്രാർത്ഥനയുമില്ലെങ്കിൽ, ഇല്ലാ അഅ്താഹു ബിഹാ, അത് കാരണമായിട്ട് അല്ലാഹു അവന് കൊടുക്കാതിരിക്കൂല. യഹ്ദാ സലാസിൻ, അവിടെ വ്യക്തമായിട്ട് ഒറ്റ ഹദീസ് തന്നെ പറഞ്ഞു, മൂന്നാലൊന്ന് കൊടുക്കും എന്നാണ്. മൂന്നാലൊന്ന് കൊടുക്കും. ഇമ്മാൻ തുഅജ്ജല ലഹു ദഅവതുഹു ഫിദ്ദുനിയാ, നമ്മൾ പറഞ്ഞ കാര്യം തന്നെ. ഒന്നുകിൽ അവൻ ചോദിച്ച അതേ കാര്യം ദുന്യാവിൽ വെച്ചവന് അള്ളാഹ് ധൃതിപ്പെട്ട് കൊടുക്കും. വൈമാ, അല്ലെങ്കിൽ അൻയദ്ഖിറഹാ ലഹു ഫിൽ ആഖിറ, ആഖിറത്തിലേക്ക് അതിൻ്റെ വലിയ പ്രതിഫലം അള്ളാഹ് ഒരു സൂക്ഷിപ്പ് സ്വത്താക്കി അവിടെ കരുതി വെക്കും. വൈമാ യുസ്റഫ അൻഹു മിനസ്സൂഇ മിസ്ലുഹാ, അല്ലെങ്കിൽ തത്തുല്യമായ വേറെ ഏതെങ്കിലും ഒരാപത്ത് അവനിൽ നിന്ന് തട്ടി നീക്കും. അത് കേട്ടപ്പോഴാണ് സഹാബത്ത് പറഞ്ഞത്, ഇദന്നുക്സിറു, എങ്കിൽ ഞങ്ങൾ അധികരിപ്പിക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അള്ളാഹു അക്സർ, അള്ളാഹുവും ധാരാളമായിട്ട് നൽകും എന്ന്. അപ്പോൾ അത് നമുക്കൊക്കെ വലിയൊരാശ്വാസമാണ്. എത്ര പ്രാർത്ഥിക്കുന്നോ അത്രയും കിട്ടും. ദുന്യാവിൽ വെച്ച് തന്നെ കിട്ടിയേക്കും, ആഖിറത്തിൽ വെച്ച് വേറെയും കിട്ടും. ദുന്യാവിൽ നിന്നൊന്നും കിട്ടിയില്ലയോ, ആഖിറത്തിൽ ഇരട്ടികൾ ഇരട്ടികൾ കായിക്കൊണ്ട് അതിൻ്റെ സ്പെഷ്യൽ ഒരു നിധി എന്നോണം അവിടെ ഉണ്ടാകും. അതുകൊണ്ട് നിരാശയില്ലാതെ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. റബ്ബിൻ്റെ ഓഫറാണ്, റബ്ബിൻ നമുക്ക് ഉത്തരം തരും എന്ന പ്രതീക്ഷയോടെ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഈ അധ്യായത്തിലൂടെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് ചേർത്ത് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇനി ഈ അധ്യായത്തിൽ അവസാനമായി നമുക്ക് വായിക്കാനുള്ള ഒരൊറ്റ ഹദീസാണുള്ളത്. അത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസാണ്. അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഖൂലു ഇൻദൽ കർബി ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അളീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. മുത്തഫഖുൻ അലൈഹി. ഇമാം ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്താണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത് എന്താ? അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തീർച്ചയായും അല്ലാഹുവിൻ്റെ പ്രവാചകൻ, കാന യഖൂലു, അവിടുന്ന് പറയാറ് പതിവുണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കൽ പറഞ്ഞതല്ല. കാന, അത് തക്റാറിനെ അറിയിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ദവാമിനെ അറിയിക്കുന്നുണ്ട്. അവിടുന്ന് പലപ്പോഴും നിത്യവും എന്ന രൂപത്തിൽ അവിടുന്ന് പല ഘട്ടങ്ങളിൽ അവിടുന്ന് പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, എന്തൽ കെർബി. അപ്പോൾ കെർബ് വരുന്ന സന്ദർഭത്തിൽ, എന്താ ഈ കെർബ് എന്ന് പറഞ്ഞാൽ? മനുഷ്യന്റെ മനസ്സിനെ പിടികൂടുന്നൊരു അസുഖമാണത്. ഹമ്മ്, ഹസന്, ഗമ്മ്, ഇതൊക്കെ മനക്ലേശങ്ങളാണ്. ഹമ്മ് എന്ന് പറഞ്ഞാൽ മനക്ലേശം, ഗമ്മ് അതും അങ്ങനെ തന്നെയാണ്. ഹസന്, ദുഃഖം, ഇതൊക്കെ മനസ്സിനെ ബാധിക്കുന്ന മനോദുഃഖം, ടെൻഷൻ, അതുപോലെ തന്നെയുള്ള ആ നിലക്കുള്ള ഏതെല്ലാം മാനസികമായ പ്രയാസങ്ങളുണ്ടോ അത് കടുത്ത രൂപത്തിൽ, അത് ശിദ്ധത്തിലേക്ക് എത്തുമ്പോൾ പറയുന്ന പേരാണ് കെർബ്. അഥവാ നമ്മുടെ മനസ്സിൻ്റെ ക്ലേശം അതികഠിനമായാൽ അതിന് പിന്നെ ഭാഷയിൽ എന്താ പറയുക? കെർബ് എന്നാണ് പറയുന്നത്. വല്ലാത്ത അതികഠിനമായ വിഷമം വരുമ്പോൾ അതാണ് കെർബിൻ്റെ വേളയിൽ. ദുആഉൽ കെർബ് എന്നാണ് ഈ ദുആ അറിയപ്പെടുന്നത്. ദുആഉൽ കെർബ്, പ്രയാസം വരുമ്പോൾ, വല്ലാതെ മനസ്സ് വിഷമിക്കുന്ന ഘട്ടത്തിൽ പറയേണ്ടുന്ന ദിക്റാണിത്, ദുആയാണിത്. അല്ലാഹുവിൻ്റെ റസൂല് വല്ലാത്ത വിഷമം വരുന്ന ഘട്ടത്തിൽ ഇപ്രകാരം പറയാറുണ്ട്. എന്താണ് അവിടുന്ന് പറയാറുണ്ടായിരുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം. നമ്മളെല്ലാവരും പഠിച്ചു വെക്കണം. ഈ ദിക്റിൽ അല്ലെങ്കിൽ ദുആയിൽ 3 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവർത്തിക്കുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു ഒഴികെ ഒരാരാധ്യനുമില്ല. അത് 3 വട്ടം ആവർത്തിപ്പിച്ച് പറയിപ്പിക്കുന്നുണ്ട് നമ്മളെ കൊണ്ട്.
3 വാചകങ്ങളിലൂടെയായിട്ട്. 3ഉം വ്യത്യസ്തമായ വാചകങ്ങളാണ്. തുടക്കത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു ഉണ്ട് എന്ന് മാത്രം. ആദ്യത്തെ വാചകം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു ഒഴികെ ഒരാരാധ്യനുമില്ല. അവൻ ആരാണ്? അൽ അലീം, ഏറ്റവും മഹാനാണ്. അൽ ഹലീം, വളരെയേറെ സഹനമുള്ളവനുമാണ്. ഇതാണ് അള്ളാഹിനെ കുറിച്ച് ആദ്യം പുകഴ്ത്തി പറയുന്നത്. അള്ളാഹിൻ്റെ 2 നാമങ്ങൾ എടുത്തിട്ട് അവനെ നമ്മൾ മഹത്വപ്പെടുത്തി പറയാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ വിഷമവും പ്രയാസമുള്ള ഘട്ടത്തിൽ നമ്മളിങ്ങനെ അള്ളാഹുവിനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്? പല കാരണങ്ങൾ അതിനുണ്ട്. മനുഷ്യന് വിഷമവും ബുദ്ധിമുട്ടും ബാധിക്കുമ്പോഴാണ് അവൻ റബ്ബല്ലാത്തവരെ വിളിച്ച് അധികവും പ്രാർത്ഥിക്കുക. റബ്ബല്ലാത്തവരിലേക്ക് തിരിയുന്നൊരു ഘട്ടമാണ് മനുഷ്യൻ്റെ മനസ്സിനെ വല്ലാതെ ആധിയും വ്യാധിയും ഒക്കെ ആയിട്ട് അവൻ വിഷമിക്കുമ്പോൾ. മനസ്സ് വല്ലാതെ ടെൻഷനിലാകുമ്പോഴാണ് മനുഷ്യൻ തെറ്റുകളിലേക്ക് പോവുക. ആത്മഹത്യയോളം എത്തുന്ന രൂപത്തിൽ മനുഷ്യൻ അധപ്പതിച്ചു പോകും. എപ്പോഴാണ്? ഈ കെർബ് കൂടുമ്പോഴാണ്. മനക്ലേശം അതിൻ്റെ കാഠിന്യത്തിലെത്തുമ്പോൾ ഇനി ഞാൻ എന്തിനു ജീവിച്ചിരിക്കണം എന്ന് മനുഷ്യൻ ചിന്തിക്കുകയാണ്. മരിച്ചിട്ട് പ്രയോജനമുണ്ട് എന്നാണ് അവൻ ധരിക്കുന്നത്. പക്ഷെ ഒരു കാര്യമില്ലല്ലോ, എരിതീയിൽ നിന്ന് വറവ് ചട്ടിയിലേക്ക് അവൻ ചാടുകയാണ്, അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ കൂടുതൽ പരാജയമാണ് ആത്മഹത്യ ചെയ്യുന്നവർക്ക് ഉണ്ടാകുന്നത്. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ഒരു മാനസികമായ നിലവാരം അവനിൽ നിന്ന് നഷ്ടപ്പെടുത്തുന്ന വിധത്തിൽ ചെകുത്താൻ അവൻ്റെ ഹൃദയത്തെ സ്വാധീനിക്കും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ മനുഷ്യന് വരുമ്പോൾ അവൻ റബ്ബിനെ മറക്കും, റബ്ബിൽ നിന്ന് പിടുത്തം വിടും. ഒന്നുകിൽ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ അള്ളാഹ് തീരെ സഹിക്കാത്ത അവൻ ശിർക്ക് ആയി പറഞ്ഞ അതികഠിനമായ പാപമായ ശിർക്കിലേക്ക് പോകും. അങ്ങനെ അള്ളാഹു അല്ലാത്തവരിൽ അഭയം തേടും, അവരെ വിളിച്ചു പ്രാർത്ഥിക്കും, അവർക്ക് നേർച്ച കൊടുക്കും, അവർക്ക് വഴിപാടുകൾ സമർപ്പിക്കും, അവർക്ക് വേണ്ടി ബലിയർപ്പണം നടത്തും, അവരെ കാണാനും സിയാറത്ത് എന്ന പേരിൽ അവർ യാത്ര പോകും. അങ്ങനെ അവരുടെ മുമ്പിൽ പോയി വണങ്ങും, നമിക്കും, അവരോട് പ്രാർത്ഥിക്കും, സഹായം തേടും, സങ്കടം പറയും, വിവിധ കാര്യങ്ങൾ ചെയ്യും. അത് തൻ്റേതായ മതത്തിൽപ്പെട്ട ആളുകളെന്ന് പറയപ്പെടുന്നവരുടെ ദർഗകളും ജാറങ്ങളും മക്കാമുകളും കൊടികുത്തിയ കല്ലുകുത്തിയ ഇടങ്ങളിലൊക്കെ പോയി തീർന്നാൽ അവൻ്റെ മനസ്സിൻ്റെ വേദന ശമിച്ചില്ലെങ്കിൽ അവൻ വീണ്ടും എന്തു ചെയ്യും? അവൻ അന്യമതസ്ഥരുടെ ക്ഷേത്രങ്ങളിലേക്കും കനീസകളിലേക്കും ചർച്ചുകളിലേക്കും പള്ളികളിലേക്കുമൊക്കെ അവൻ പോകും. അത്ര കടുത്ത പരീക്ഷണങ്ങളിൽ എത്തുമ്പോൾ മനുഷ്യൻ്റെ അവസ്ഥ അതാണ്. അതുകൊണ്ട് ഇവിടെ എന്താണ്? വളരെ വലിയ പ്രയാസങ്ങൾ മനുഷ്യ മനസ്സിന് വേട്ടയാടുമ്പോൾ അള്ളാന്റെ റസൂല് പഠിപ്പിച്ച ദിക്ർ ദുആയിൽ എന്താ ഉള്ളത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ. വാസ്തവത്തിൽ ഇതിലൊന്നും നമ്മൾ ചോദിക്കുന്നില്ല, അള്ളാഹനെ ഓർമ്മിപ്പിക്കുന്ന ദിക്റാണ് വാസ്തവത്തിൽ. ദുആഉൽ കർബ് എന്നാണ് ഇതിന് പറയുന്നത്. ഫലത്തിൽ ഇവിടെ നേർക്ക് നേരെ അള്ളാഹിനോട് നമ്മളൊന്നും ചോദിക്കുന്നില്ല. ദുആ 2 വിധത്തിലുണ്ട്. ഒന്ന്, നേർക്ക് നേരെ നമ്മുടെ കാര്യം എനിക്ക് സാധിപ്പിച്ചു തരണേന്ന് പറയുന്ന രീതിയുണ്ട്. അതല്ലാത്ത ഒരു രീതിയുണ്ട് ദുആയിൽ. ഇങ്ങനെ ദിക്റുകളിലൂടെ, ആ ദിക്റുകളിൽ തന്നെ ഒരു ദുആ ഉള്ളടങ്ങിയിട്ടുണ്ട്. മഹാനായ അല്ലാഹു, അലീമായ അല്ലാഹു, ഹലീമായ അല്ലാഹു, അവനല്ലാതെ ഒരാരാധ്യനില്ല എന്ന് പറയുന്നതോടുകൂടി ഞാൻ എന്താ പറയുന്നത്? അങ്ങനത്തെ റബ്ബേ, എൻ്റെ വിഷമം നീ അറിയുന്നവനാണ്, നീ എനിക്ക് എൻ്റെ വിഷമത്തിൽ നിന്ന് രക്ഷ തരണം. ഇതൊക്കെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസ് വിശദീകരിച്ചിടത്ത് ശറഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് തോന്നും ഇത് ദുആഉൽ കർബ് എന്നാണല്ലോ ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത്, എന്നാൽ ഇതിൽ പ്രത്യക്ഷത്തിൽ ദുആ ഒന്നും കാണുന്നില്ലല്ലോ, അതിനുള്ള മറുപടി ഇപ്രകാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ ശറഹ് മുസ്ലിമിൽ വ്യാഖ്യാനമായി നൽകിയ വ്യാഖ്യാനമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ അലീമായ ഹലീമായ അള്ളാഹുവിനെ പോലെ മഹാൻ ആരാളുള്ളത്? എൻ്റെ വിഷമം ആ അലീമായ റബ്ബിന് നിഷ്പ്രയാസം പരിഹരിക്കാൻ പറ്റും. ഇനി ഹലീമാണ് അള്ളാഹു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. എന്താ ഹലീം എന്ന് പറഞ്ഞാൽ? വളരെ സഹനമുള്ളവനാണ്. റഹ്മാനായ റബ്ബ് പെട്ടെന്നൊന്നും എൻ്റെതായ തെറ്റുകൾക്ക് എന്നെ പിടിച്ച് ശിക്ഷിക്കുന്നവനല്ല, അവൻ കാരുണ്യവാനാണ്. അവൻ പെട്ടെന്ന് ആരെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോഴേക്ക് അവരെ മുച്ചൂടും നശിപ്പിച്ച് തകർത്ത് പ്രയാസപ്പെടുത്താനിരിക്കുന്ന കാരുണ്യമില്ലാത്തവനല്ല, അവൻ കാരുണ്യമുള്ളവനാണ്, സഹനമുള്ളവനാണ്, സഹിക്കുന്നവനാണ്. ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, സൂറത്തുൽ ഫാത്തിറിന്റെ അവസാന ഭാഗത്ത് കാണാം, വലൗ യുആഖിദുല്ലാഹു الناس ബിമാ കസബൂ മാ തറക അലാ ളഹ്രിഹാ മിൻ ദാബത്തിൻ വലാകിൻ യുഅഖിറുഹാ ഇലാ അജലിൻ മുസമ്മാ.
സൂറത്ത് ഫാത്തിറിലെ 45-ാമത്തെ ആയത്ത് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹ് അവിടെ പറയുന്നത് എന്താണെന്നറിയോ? വലൗ യുആഖിദുല്ലാഹു, അള്ളാഹു എങ്ങാനും പിടിച്ച് ശിക്ഷിക്കുമായിരുന്നുവെങ്കിൽ ആരെ? അന്നാസ, ജനങ്ങളെ. എന്തിന്? ബിമാ കസബൂ, അവർ ചെയ്യുന്ന ചെയ്തികൾ കാരണത്താൽ ഉടനെ റബ്ബ് അതിനൊക്കെ ശിക്ഷ കൊടുക്കാൻ അവൻ അങ്ങനെയായിരുന്നു റബ്ബ് തീരുമാനിച്ചിരുന്നതെങ്കിൽ മാ തറക അലാ വഹ്രിഹാ, ഭൂമി പുറത്ത് ബാക്കിയാവുകയില്ലായിരുന്നു മിൻ ദാബത്തിൻ, ഒരു ജന്തു പോലും. അള്ളാഹ് തകർത്തിട്ടുണ്ടാവും. നമ്മൾ ചെയ്യുന്നതിന് മനുഷ്യന്മാരങ്ങനെയല്ല. നമ്മളോട് ആരെങ്കിലും ചെയ്താൽ നമ്മൾ പൊറുക്കൊന്നുമില്ല, ഉടനടി ശിക്ഷ നടപ്പിലാക്കും. അധികാരവും കൂടി ഉണ്ടെങ്കിൽ, അധികാരവും പവറും കഴിവൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ശിക്ഷ നടപ്പാക്കുക. ഇവിടെ അള്ളാഹിനെ കുറിച്ച് ആദ്യം തന്നെ നമ്മൾ വിശേഷിപ്പിച്ചതെന്താ? അവൻ അലീമാണ്, അവൻ മഹാനാണ്. എന്തും അവന് ചെയ്യാനുള്ള അധികാരമുണ്ട്, അത്ര വലിയ പവറുള്ള മഹാനാണ്. എന്നിട്ടും അവൻ ആരാണ്? ഹലീമാണ്. അവിടെ പവർ. കഴിവില്ലാഞ്ഞിട്ട് ക്ഷമിക്കല്ല. അള്ളാഹ് എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഉടനടി ശിക്ഷ നടപ്പിലാക്കാനും എന്ത് ചെയ്യാനും കഴിവുള്ള അള്ളയാണ്, അലീമായ അള്ളയാണ്. എന്നിട്ടും അള്ളാഹ് ഹലീമാണ്. എൻ്റെ ജീവിതത്തിൽ വരുന്ന പോരായ്മകൾ, എൻ്റെ പാപങ്ങൾ, എൻ്റെ ക്ഷമകേടുകൾ, എൻ്റെ അവിവേകങ്ങൾ ഏതെങ്കിലും കൊണ്ടൊക്കെ ആവാം ഞാൻ ഈ കെർബുകൾ അനുഭവിക്കുന്നത്. റബ്ബേ, നീ ഹലീമാണല്ലോ, നീ അലീമാണല്ലോ. ഞാൻ അകപ്പെട്ട കെർബിൽ നിന്ന്, വിഷമത്തിൽ നിന്ന് നീ എനിക്ക് രക്ഷ തരണേ. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം. പടച്ച റബ്ബ് പെട്ടെന്ന് മനുഷ്യൻ ചെയ്യുന്ന ഓരോന്നിനും ശിക്ഷിക്കുന്നില്ല. പലതും അള്ളാഹു മാപ്പ് ചെയ്യുകയാണ്. അങ്ങനെയുള്ള അള്ളാഹുവിന് തന്നിൽ വന്ന വീഴ്ചകളും പോരായ്മകളുമൊക്കെ കണ്ടില്ലെന്ന് നടിച്ച് അതൊക്കെ പുറത്തു തന്ന്, അതൊക്കെ മാപ്പ് ചെയ്ത്, വിട്ടുവീഴ്ച ചെയ്തിട്ട് അതൊക്കെ കാരണത്താലാണ് എനിക്ക് ഈ വിഷമങ്ങൾ ബാധിച്ചതെങ്കിൽ എൻ്റെ വിഷമത്തിൽ നിന്ന് എനിക്ക് തുറസ് നൽകുവാൻ എൻ്റെ റബ്ബിന് കഴിയുമല്ലോ. എന്താ കാരണം എന്നറിയോ? എന്താ കാരണം? റബ്ബിനല്ലാതെ ഒരു ബുദ്ധിമുട്ടും നീക്കം ചെയ്യാൻ പറ്റൂല. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം. അടുത്ത വാചകം നോക്കൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബുൽ അർശിൽ അലീം. രണ്ടാമത്തെ വാചകത്തിന്റെ തുടക്കം ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ പറയുന്നത് എന്താണ്? റബ്ബു, അവൻ ആരാണ്? റബ്ബുൽ അർശിൽ അലീം, മഹത്തായ സിംഹാസനത്തിന്റെ ഉടമയാണ്, റബ്ബാണ്. അർശിന്റെ റബ്ബായ അല്ലാഹു, അൽ അലീം, മഹത്തായ അർശിന്റെ റബ്ബ്. രണ്ട് നിലക്ക് അവിടെ വ്യാഖ്യാനമുണ്ട്. അർശിൽ അലീം, മഹത്തായ അർശ് എന്ന് വ്യാഖ്യാനം പറഞ്ഞാലും കുഴപ്പമില്ല. ഇനി റബ്ബിലേക്ക് അതിനെ മടക്കിയിട്ട് റബ്ബുൽ അലീമാണ്, അർശിന്റെ റബ്ബാണവൻ, അലീമുമാണ് എന്ന നിലക്കും പറയാം. ഈ ലോകത്തെ ഏറ്റവും വലിയ സൃഷ്ടിയാണ് അർശ്. അള്ളാഹുവിൻ്റെ അർശ് അഅ്ളമുൽ മഖ്ലൂഖാത്താണ്. മഖ്ലൂഖാത്തുകളിൽ ഏറ്റവും വലിപ്പമുള്ളതാണ് റബ്ബിൻ്റെ അർശ്. ആ അർശ് സൃഷ്ടിച്ചവനായ റബ്ബാണ്. ആ റബ്ബിനോടാ എനിക്ക് ചോദിക്കാനുള്ളത്. അവൻ മഹാനാണ്, അല്ലെങ്കിൽ മഹത്തായ സിംഹാസനത്തിന്റെ ഉടമയാണ്. മൂന്നാമത്തേത് നോക്കൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ ആവർത്തിപ്പിച്ചു. പിന്നെ അതിനോട് ചേർത്ത് പറഞ്ഞെന്താ? അവൻ ആരാണ്? റബ്ബുസ് സമാവാതി, ആകാശങ്ങളുടെ മുഴുവനും റബ്ബാണ്. റബ്ബുൽ അർളി, ഭൂമിയുടെയും റബ്ബാണ്. റബ്ബുൽ അർശിൽ കരീം, ഏറ്റവും മഹാനായ റബ്ബുൽ അർശി, അർശിന്റെ റബ്ബാണ്. അൽ കരീം, കരീമായ റബ്ബാണ്. അല്ലെങ്കിൽ കരീമായ അർശിന്റെ ഉടമയാണ്, ഏറ്റവും മാന്യമായ അർശിന്റെ റബ്ബാണ് എന്നുമാവാം. എന്തായാലും ഇവിടെ റബ്ബ് റബ്ബ് എന്നിങ്ങനെ ആവർത്തിക്കാൻ എന്താ റബ്ബ് എന്ന് പറയാൻ കാരണം? റബ്ബാണ് എൻ്റെ കാര്യം നിയന്ത്രിക്കുന്നത്, റബ്ബാണ് എന്നിൽ എന്തും വിധിക്കുന്നത്. എൻ്റെ റബ്ബിനെ അതിന് പറ്റൂ. എൻ്റെ റബ്ബ് വിചാരിച്ച ഒരു കാര്യം ഒരാളെ കൊണ്ട് തടുക്കാൻ പറ്റൂല. നിന്റെ റബ്ബ് അള്ളാഹു നിനക്ക് വല്ല ബുദ്ധിമുട്ടും ബാധിപ്പിക്കുന്നുവെങ്കിൽ ഫലാ കാശിഫ ലഹു ഇല്ലാഹു, അവനല്ലാതെ അതിൽ നിന്ന് നീക്കം ചെയ്ത് തരാൻ കെൽപ്പുള്ള ഒരാളും തന്നെയില്ല. അത് നമ്മളുടെ അടിയുറച്ച വിശ്വാസമാണ്. അപ്പൊ നമുക്കുണ്ടാകുന്ന ഈ കെർബുകൾ, വിഷമങ്ങളുണ്ടല്ലോ, പല നിലക്കുള്ള കാരണങ്ങളാൽ നമുക്ക് അതികഠിനമായ മനക്ലേശം ഉണ്ടാകും. ഒന്നുകിൽ നമുക്ക് തന്നെ ബാധിക്കുന്ന രോഗങ്ങൾ കാരണത്താൽ നമ്മൾ വല്ലാതെ ക്ലേശിക്കും, ടെൻഷനാകും, അതീവ ടെൻഷനിലാകുന്ന ഘട്ടങ്ങളാണ്. ഒന്ന് സ്വയം തന്നെ രോഗിയായി,
അതല്ലെങ്കിൽ ബന്ധപ്പെട്ട താൻ ഇഷ്ടപ്പെടുന്ന മക്കള്, മാതാപിതാക്കള്, ഭാര്യ, ഭർത്താവ്, സഹോദരൻ, സഹോദരി, അങ്ങനെ പോലത്തെ ഏതെങ്കിലും, അതുപോലെയുള്ള ഏതെങ്കിലും ബന്ധപ്പെട്ട ആളുകളുടെ അസുഖം കാരണം നമുക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ടാകാം. ഏത് ടെൻഷൻ ആവട്ടെ, ഇനി അതല്ലാത്ത കാരണങ്ങളാലുണ്ടാകാം, സാമ്പത്തിക നഷ്ടം കൊണ്ടുണ്ടാകാം, പല വിധത്തിൽ കെർബുകൾ ഉണ്ടാകും. ഏത് കെർബുകളാണെങ്കിലും അതൊക്കെ നീക്കുവാൻ അള്ളാഹുവിനല്ലാതെ കഴിയൂല എന്ന നമ്മുടെ കഴിവുകേടും അള്ളാഹുവിൻ്റെ കഴിവുമാണ് ഈ ദുആയിൽ നമുക്ക് കാണുന്നത്, അല്ലെങ്കിൽ ഈ ദിക്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ഇത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കെർബ് പിടിപെടുന്ന വേളയിൽ പറയുന്ന പ്രാർത്ഥനയാണ്, ദിക്റാണ്. നമ്മളെല്ലാവരും പഠിച്ചത് വർദ്ധിപ്പിക്കണം. എല്ലാം അതിലടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ദിക്റാണെങ്കിലും അതിൻ്റെ ഒക്കെ ഉള്ളിലൊരു ദുആയുണ്ട്. ഇങ്ങനെയൊക്കെ കഴിവുള്ള മഹാനായ റബ്ബേ, എൻ്റെ പ്രയാസത്തിൽ നിന്ന്, വിഷമത്തിൽ നിന്ന് നീ എനിക്ക് മോചനം തരണം. മാത്രമല്ല സഹോദരങ്ങളെ, ദുആ കെർബിൻ്റെ പ്രാർത്ഥനകളായി വേറെയും കുറേ പ്രാർത്ഥനകളുണ്ട്. എല്ലാം കൂടെ ഞാൻ വിശദീകരിക്കുന്നില്ല, ചില സൂചനകൾ പറഞ്ഞ് മതിയാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മനക്ലേശമോ സങ്കടമോ ഒക്കെ അധികരിച്ചാൽ, ബാധിച്ചാൽ, അവൻ ഇപ്രകാരം പറയട്ടെ എന്നാണ്: اللهم إني عبدك وابن عبدك وابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاؤك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي എന്ന് പ്രാർത്ഥിച്ചാൽ അതിൻ്റെ അർത്ഥമൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല, ഞാൻ സൂചന മാത്രം പറഞ്ഞു മതിയാക്കുകയാണ്. ഇതൊക്കെ നമ്മൾ മുമ്പ് വിശദീകരിച്ച ദുആകളാണ്, അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല, പഠിക്കണം. അങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ ഇനി പറയുന്ന അതിൻ്റെ ഗുണം കേട്ടോളൂ: ഇല്ലാദഹബല്ലാഹു ഹമ്മഹു, അല്ലാഹു അവൻ്റെ മനക്ലേശത്തെ പോക്കിക്കളയാതിരിക്കൂല, വഹുസ്നഹു അവൻ്റെ ദുഃഖത്തെയും നീക്കാതിരിക്കൂല, വഅബ്ദലഹു മകാനഹു ഫറജാ അതിൻ്റെയൊക്കെ സ്ഥാനത്ത് പകരമായി അള്ളാഹു അവന് സന്തോഷവും അതുപോലെ തന്നെ കാര്യങ്ങളിൽ ഒരു തുറവിയും അവന് പ്രദാനം ചെയ്യും. അപ്പോൾ ചോദിക്കപ്പെട്ടു, അള്ളാന്റെ റസൂലിനോടൊരു സഹാബി ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ആവേശമായി. വല്ലാത്തൊരർത്ഥവത്തായ ദുആയാണല്ലോ, ഇത്രത്തോളം ഇതിന് ഫലമുണ്ടല്ലോ എന്നൊക്കെ വന്നപ്പോൾ ആ സഹാബി നബി തങ്ങളോട് ചോദിക്കുകയാണ്: അല്ലാഹുവിൻ്റെ റസൂലേ, അലാ നതഅല്ലമുഹാ, ഞങ്ങളിത് പഠിക്കട്ടെയോ, ഇത് പഠിക്കേണ്ടതുണ്ടോ? ഇത് ഞങ്ങൾ പഠിക്കേണ്ടതുണ്ടോ? കുറച്ച് നീണ്ട ദുആയാണല്ലോ നബി. അപ്പൊ നബി തങ്ങൾ പറയാണ്: ബലാ, അതേ, എന്താ സംശയം? യൻബഗീ ലിമൻ സമിഅഹാ അൻ യതഅല്ലമഹാ, ഇത് കേട്ടവർക്ക് മുഴുവനും അത് പഠിക്കൽ നിർബന്ധമാണ്, വളരെ അനിവാര്യമായ സംഗതിയാണ്. എല്ലാവരും ഇത് പഠിക്കുക. ഞാൻ പറഞ്ഞല്ലോ, പ്രാർത്ഥന ഞാൻ പറഞ്ഞല്ലോ, അത് ആവർത്തിച്ച് അങ്ങനെ കേട്ട് ചൊല്ലിക്കോളൂ. അർത്ഥമുള്ള, ആശയമുള്ള, വളരെ പ്രാധാന്യമർഹിക്കുന്ന പ്രാർത്ഥനയാണ്. അതിൽ പറയുന്നത് എന്താ, ചുരുക്കി ഞാൻ പറയാം. വിശദീകരണത്തിന് നിന്നാൽ നേരം ഒരുപാട് അതിനു വേണ്ടി വരും. അല്ലാഹുവേ, ഇന്നി അബ്ദുക, ഞാൻ നിൻ്റെ അടിമയാണ്. ഒബിനു അബ്ദിക, നിൻ്റെ അടിമയുടെ പുത്രനാണ്. ഒബിനു അമത്തിക, നിൻ്റെ അടിമ സ്ത്രീയുടെ മോനാണ്. എൻ്റെ നാസിയതീ ബിയദിക, എൻ്റെ മൂർധാവ് അഥവാ എൻ്റെ നിയന്ത്രണം നിൻ്റെ കയ്യിലാണ്. മാളിൻ ഫിയ ഹുക്കുമുക, എന്നിൽ നടക്കുന്ന, കഴിഞ്ഞു പോകുന്ന എല്ലാം നിൻ്റെ വിധിയാണ്. അദുലുൻ ഫിയ ഖളാവുക, നീ വിധിച്ചതൊക്കെ എൻ്റെ കാര്യത്തിൽ നീതിയാണ്, നീ എന്നോട് അനീതി ചെയ്തു എന്ന് എനിക്ക് ഒരു ചിന്തയില്ല. അതുകൊണ്ട് അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, ബികുല്ലി ഇസ്മിൻ ഹുവലക, നിനക്ക് എന്തൊക്കെ പേരുകളുണ്ടോ ആ പേരുകൾ മുഴുവനും കൊണ്ട്. നീ എനിക്ക് നിൻ്റെ കിതാബിൽ ഏതൊക്കെ പേരുകൾ ഇറക്കിയിട്ടുണ്ടോ, നീ ആർക്കൊക്കെ ഏതൊക്കെ പേര് നീ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ, നീ പഠിപ്പിച്ചു കൊടുക്കാതെ നിൻ്റെ അടുക്കൽ നീ സൂക്ഷിച്ചു വെച്ച ഏതൊക്കെ നാമങ്ങളുണ്ടോ, അതൊക്കെ എനിക്കറിയണതും അറിയാത്തതുമായ എല്ലാ നാമങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കണത്, ഖുർആനിനെ എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാക്കണം. അൻത ജഅലൽ ഖുർആന റബീഅ ഖൽബി വനൂറ സദ്രി, എൻ്റെ ഹൃദയത്തിന് വെളിച്ചമാക്കണം.
വജലാഅ ഹുസ്നി, എൻ്റെ ദുഃഖത്തെ പോക്കിക്കളയുന്നതാക്കണം. വദഹാബ ഹമ്മീ വഗമ്മീ, എൻ്റേതായ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ പോകുന്ന നിലക്കാക്കണം, അത് പോകാനുള്ള കാരണമാക്കണം. അങ്ങനെയാണ് ചോദിച്ചാൽ ഇത് കിട്ടും എന്നാണ്. വ്യത്യസ്തമായ റിപ്പോർട്ടുകളിൽ ചില്ലറ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നേ ഉള്ളൂ. ഇങ്ങനെ തന്നെയാണ് ഈ ദുആ. അപ്പം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ സൂചന പറഞ്ഞു എന്ന് മാത്രം. ഇനിയും കേട്ടോളൂ. ദഅവാത്തുൽ മക്റൂബി, അല്ലാതെ കെർബ് ബാധിച്ചിട്ടുള്ളവരുടെ ദുആകളിൽപ്പെട്ടതാണ്. റസൂലുള്ള പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുമ്മ റഹ്മതക അർജൂ ഫലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐനിൻ വാസ്ലിഹ് ലി ശഅനി കുല്ലഹു ലാ ഇലാഹ ഇല്ലാ അൻത. ഞാൻ ഒറ്റ തവണയേ പറയുന്നുള്ളൂ, സമയമില്ല. നിങ്ങളിതൊക്കെ പഠിച്ചെടുക്കണം. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അർത്ഥം ഓടിച്ചു പറയാം. അല്ലാഹുവേ, നിന്റെ റഹ്മത്തിനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് നീ എന്നെ എന്നിലേക്ക് തന്നെ ഏൽപ്പിച്ചു കളയരുതേ. ഒരു കണ്ണിമ വെട്ടുന്ന നേരത്തേക്ക് പോലും എൻ്റെ കാര്യം എന്നെ ഏൽപ്പിക്കരുതേ. വാസ്ലിഹ് ലി ശഅനി കുല്ലഹു, എൻ്റെ എല്ലാ കാര്യങ്ങളും നീ എനിക്ക് നന്നാക്കി തരണേ. കാരണം ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ഒരു ഇലാഹുമില്ല. ഇനി കേട്ടോ, നബിതങ്ങൾ പറഞ്ഞ മറ്റൊരു പ്രാർത്ഥന. അള്ളാന്റെ റസൂലിന് വല്ല വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും തോന്നിയാൽ അവിടുന്ന് പ്രകാരം പറയും: യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. ഹയ്യും ഖയ്യൂമുമായ, എന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാറ്റിൻ്റെയും നിയന്താവുമായ അള്ളാഹുവേ, നിന്റെ കാരുണ്യം മുഖേന ഞാൻ നിന്നോടിതാ സഹായം തേടുന്നു. മറ്റൊരു ദുആ കേട്ടോളൂ. അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കലതാ അസ്മാ ബീവി റളിയല്ലാഹു തആല അൻഹയോടൊരിക്കൽ പറഞ്ഞു കൊടുക്കുകയാണ്: അസ്മാ ലാ ഉഅല്ലിമുകി, ഞാൻ നിനക്ക് കലിമാത്തിൻ ചില കലിമത്തുകൾ പഠിപ്പിച്ചു തരട്ടെയോ? തഖൂലീനഹുന്ന, നീ അത് പറയണേ. ഇൻദൽ കർബി ഔ ഫിൽ കർബി, വിഷമങ്ങൾ വല്ലാതെ കൊടുമ്പിരിക്കൊള്ളുമ്പോ നീ ഇങ്ങനെ പറഞ്ഞോ: അല്ലാഹു അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ശൈആ. അല്ലാഹ് അല്ലാഹു റബ്ബി, അല്ലാഹു റബ്ബി, അവരാണെൻ്റെ റബ്ബ്. ലാ ഉശ്രികു ബിഹി ശൈആ, അവനിൽ ഞാൻ യാതൊന്നിനെയും പങ്കു ചേർക്കൂല. കണ്ടോ, ഒക്കെ തൗഹീദ് അരക്കിട്ടുറപ്പിക്കുന്ന പ്രാർത്ഥനകളാണ് ഈ കെർബിൻ്റെ സമയത്തുള്ള പ്രാർത്ഥനകളൊക്കെ. കാരണം കെർബിൻ്റെ സമയത്താണ് മനുഷ്യൻ മനസ്സ് തളർന്ന് ശിർക്കും ചെയ്യും, വേണമെങ്കിൽ ഒരാളെ കൊല്ലുകയും ചെയ്യും, വേണമെങ്കിൽ സ്വയം കൊല്ലുകയും ചെയ്യും, മറ്റുള്ളവർ വേണമെങ്കിൽ കൊല്ലുകയും ചെയ്യും. കണ്ടിട്ടില്ലേ ആളുകൾ മക്കൾക്കൊക്കെ വിഷം കൊടുത്ത്, ഭാര്യയ്ക്ക് വിഷം കൊടുത്ത്, എല്ലാവരെയാണ് കൊന്നിട്ട് പിന്നെ മൂപ്പരുമാണ് മരിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യൂലേ? കൊല്ലിക്കും, അതുപോലെ തന്നെ എന്തും ചെയ്യും, എല്ലാ തോന്നിയാസവും ചെയ്യും. വിഷമങ്ങൾ കൊടുമ്പിരിക്കൊള്ളുമ്പോൾ അവിടെയൊക്കെ റബ്ബിനെ ഓർത്ത് മനസ്സിനെ പിടിച്ചു നിർത്ത്. അല്ലാഹ് എന്ന ചിന്തയോടുകൂടി മനസ്സിന് സമാധാനമാണ് കൊടുത്തിട്ട് ഉറപ്പിച്ചു നിർത്താനുള്ള ദിക്റും ദുആകളാണ് ഈ പറഞ്ഞത് മുഴുവനും. ഇതൊക്കെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പാലിക്കുക. അങ്ങനെ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അള്ളാഹിനോട് പറയണമെന്നാണ് ഈ ഹദീസുകൾ മുഴുവനും നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതേ അവസരത്തിലോ മാലപ്പാട്ടുകളിലും മൗലിദ് കിതാബുകളിലും തനിച്ച ശിർക്കിന്റെ ആഹ്വാനങ്ങളാണ് കാണാൻ കഴിയുക. വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധികെട്ടുകളും ഉണ്ടോ, നിങ്ങൾ ഔലിയാക്കന്മാരെ വിളിച്ചോളൂ, മടവൂരിനെ വിളിച്ചോളൂ എന്നിങ്ങനെ പറഞ്ഞു ഓരോരുത്തരെ വിളിക്കാനുള്ള കൽപ്പനകളാണ് മാലപ്പാട്ടുകൾ, മൗലിദ് കിതാബുകൾ എന്ന് പറയുന്ന ക്ഷുദ്രകൃതികളിലുള്ളത്. അവയെ തോട്ടിലേക്ക്, ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയണം. കാരണം അല്ലാഹു വെറുക്കുന്ന കാര്യങ്ങളാണതിൽ മുഴുവനും ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കെർബുകളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ നമുക്ക് മടങ്ങാനുള്ളത് റഹ്മാനായ റബ്ബിലേക്ക് മാത്രമാണ്. അതിനുള്ള കാര്യങ്ങളാണ് ഇവിടെ മുത്ത് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ദുആകളും ദിക്റുകളുമായി പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അങ്ങനെ റബ്ബിനോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് അവനോട് അടുക്കുക. റബ്ബ് നമുക്ക് ഉത്തരം ഈ ലോകത്ത് തന്നെ തരും, അതില്ലെങ്കിൽ പരലോകത്തെ ഇരട്ടികളായി തരും. പ്രതീക്ഷാ നിർഭരമായ മനസ്സോടെ ദുആകൾ അധികരിപ്പിക്കുക, റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുക. റഹ്മാനായ റബ്ബ് ആ അർത്ഥത്തിൽ ശരിയായ വിശ്വാസം കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആതി അൻഫുസനാ തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹ വമൗലാഹ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.